വലിയ പ്രതീക്ഷകളോടെയാണ് ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന പൊതു ബജറ്റിനെ കേരളം കാണുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള സാമ്പത്തിക പാക്കേജാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിലും കാലങ്ങളായി കാത്തിരിക്കുന്ന എയിംസിലും ഇത്തവണ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് വയനാട് തന്നെയാണ്. വയനാട് അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ ഫണ്ടിങ് വന്നിട്ടില്ല ആവശ്യമായി. അപ്പോൾ ആ ഫണ്ടിങ് ഈ ബഡ്ജറ്റിലൂടെ വരുമെന്നാണ് ഇപ്പോഴുള്ള നമ്മുടെ പ്രതീക്ഷ. കടൽക്ഷോഭത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾക്ക് കേരളം കേന്ദ്ര സഹായം തേടിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന് കേന്ദ്രം നൽകാമെന്നേറ്റ വിഹിതം എത്രയും വേഗം ലഭ്യമാക്കണമെന്നാണ് മറ്റൊരാവശ്യം. സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിന്റെ കാര്യത്തിലും ഇത്തവണ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ അതിവേഗ റെയിൽവേ പാത നമ്മൾ സിൽവർ ലൈനിൻ്റെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലാണത്. ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു നിർദ്ദേശം അതിവേഗ റെയിൽവേ സിസ്റ്റം കേരളത്തിൽ വേണം. അതിൽ ടെക്നോളജിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം കേന്ദ്ര ഗവൺമെൻറ് വെക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനായി കേരളം കേന്ദ്രത്തോട് ഫണ്ട് തേടിയിട്ടുണ്ട്. ഒപ്പം കാലങ്ങളായി കാത്തിരിക്കുന്ന എയിംസിന്റെ പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 24 ഡൽഹി.